അംബിക സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂസിങ് ടൈപ്പിനെ കുറിച്ചാണ്. ഇത് കണ്ടോ, നമുക്ക് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ ഞാനിതൊരു ബ്ലൗസ് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ക്രീം കളറാണ്. ഇത് ലൈനിങ്ങും ഇത് നമ്മളുടെ മെറ്റീരിയലാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഇതൊക്കെ ഇവിടെ ഫുള്ള് അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഫ്യൂസിങ് ടൈപ്പ് വെച്ച് നമുക്കൊന്ന് അയൺ ചെയ്താൽ മതി. എന്ത് ചെയ്യണം, നമുക്ക് ഈ ഫ്യൂസിങ് ടൈപ്പ് എടുക്കാം. ഇതുപോലെ കണ്ടോ, ശ്രദ്ധിക്കണം, വളരെ ചൂടിൽ ഇടാൻ പാടില്ല. തിന്നായിട്ടുള്ളൊരു ഇതാണ്. ഇതുപോലെ ഈ ഫ്യൂസിങ് ടൈപ്പിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുക. നമുക്കിതേ ഇവിടെ കണ്ടോ, ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വെക്കുക. അതെ, ചെറിയ ചൂടിൽ കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഞാനിവിടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഫ്യൂസിങ് ടൈപ്പ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഫ്യൂസിങ് ടൈപ്പ് ഉടച്ചു. അതിനുശേഷം ഇപ്പോൾ എല്ലാം വൈറ്റായ കാരണം നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടാവില്ല. ഇതിൻ്റെ അടിയിൽ ഫ്യൂസിങ് ടൈപ്പ് ഉണ്ട്. ഇനി നമുക്കിത് കണ്ടോ, ഇത് ഓപ്പൺ ആയിട്ടിരിക്കണേ. ലൈനിങ് ഞാൻ ഈ മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചു. ലൈനിങ്ങിൻ്റെയും മെറ്റീരിയലിൻ്റെയും ഇടയിൽ വേണം ഇത് വെക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്കിത് ഇവിടെ അയൺ ചെയ്തു അതുപോലെ എല്ലാ ഭാഗത്തും കണ്ടോ. ചെറിയ ചൂടിൽ എന്താണെന്ന് വെച്ചാൽ തിക്നെസ് കൂടെ, ഈ ഫ്യൂസിങ് ടൈപ്പിൻ്റെ തിക്നെസ് കൂടെ കിട്ടുമ്പോൾ നല്ല. ഇപ്പോൾ ഇവിടെ മുകൾ ഭാഗം കഴിഞ്ഞു. ഇത് താഴെയും കൂടി വെക്കുക. നമുക്കൊരു ചെറിയ പീസ് എടുത്തിട്ട് താഴെയുണ്ട്. കേട്ടോ, ഇതിപ്പോൾ രണ്ടായിട്ടിരിക്കലായിരുന്നു. നമുക്ക് ഞാൻ ഫ്യൂസിങ് ടേപ്പ് വെച്ച് അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഭാഗമൊക്കെ നല്ല കട്ടിയായിട്ട് കിട്ടും. ഇത് ടേപ്പ് വെച്ച് അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും സ്റ്റിച്ചിങ് നമുക്ക് സാധാരണ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യേണ്ടി. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും.